ഈ ഡിവൈഡർ ചാടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. ആ ഒരു പൊസിഷനിലാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് ക്രോസ് ചെയ്യണത്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ മുന്നിൽ വളരെ അധികം ആക്സിഡന്റുകളും ജീവനുകളാണ് നമ്മളെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നാഷണൽ ഹൈവേ എത്ര വലിയ റോഡ്, ഈ വലിയ റോഡ് കിട്ടിയിട്ട് ചവിട്ടി പൊളിച്ചിട്ട് എല്ലാ ട്രാക്കിലും ഒരുപോലെ പോകാന്നല്ല. ചില ഒറ്റടിക്ക് ഇങ്ങനെ കയറല്ലേ. കാരണം ഇപ്പുറത്ത് 3 ട്രാക്കിൽ വണ്ടികൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒറ്റടിക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിങ്ങൾ സൈഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ മിറർ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാതെ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ടക്കർ അടിച്ചു പോകും. നിങ്ങൾ എന്താ കളിക്കുന്നത്? ഇതിപ്പോ നോക്ക്, ടയറില്ല, നൂലൊക്കെ കണ്ടിട്ട് ഓടുന്ന വണ്ടികൾ ഈ റോട്ടിലുണ്ട്. അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കണ്ടില്ലേ, വളരെ ഡേഞ്ചറസ്. യാത്രക്കാര് ഹൈവേയിലേക്ക് കയറി നിൽക്കുകയാണ്. ഹൈവേയിൽ കയറി നിന്നിട്ടാണ് ആൾക്കാർ ബസ് കയറുന്നത്. ഹൈവേ സ്പീഡിൽ മയത്ത് പ്രത്യേകിച്ച് സ്പീഡിൽ ഓടിക്കരുത്. കാരണം ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. നമ്മൾ ഈ നാഷണൽ ഹൈവേ 66 പോകുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കാരണം ദിനംപ്രതി ഇവിടെ ആക്സിഡന്റുകള്, മരണങ്ങൾ നമ്മളെ മുന്നിൽ നമ്മൾ ഈ റോഡിൽ കാണാണ്. അപ്പൊ ഈ റോഡിൽ ആൾക്കാർക്ക് എങ്ങനെ ഓടിക്കണം എന്ന് അറിയില്ല. ഒന്നാമത് എങ്ങനെ ലൈൻ കീപ്പ് ചെയ്യണം, ഏത് ലൈൻ ഉപയോഗിക്കണം, ഇതാണ് ഫാസ്റ്റ് ട്രാക്ക്, ഇതാണ് നമ്മൾ ക്രൂസ് ചെയ്യേണ്ട ട്രാക്ക്. ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ കറക്റ്റ് നമ്മളെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, ഈ മിറർ നോക്കുക, സെൻട്രൽ മിറർ നോക്കുക, എന്നിട്ട് കറക്റ്റ് നമ്മൾ കയറുക, കറക്റ്റ് നമ്മൾ ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുക. ഓക്കെ, ഈ ഓവർടേക്ക് ചെയ്ത് നമ്മൾ പോകുമ്പം ഇവിടെ കാണുന്ന റോട്ടുമ്പോൾ കാണുന്നത് സോളിഡ് ലൈനാണ്. അതായത് ഇടവിടാത്ത ലൈനാണ്. ഇടവിടാത്ത ലൈനിൽ ഒരിക്കലും നമ്മൾ വണ്ടി ഓവർടേക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് വളരെ കണ്ടോ, ഇപ്പോൾ സോളിഡ് ലൈനിൽ നേരെ ഡോട്ടർ ലൈൻസിലേക്ക് വന്നു. ഡോട്ടർ ലൈൻസിലേക്ക് വരുമ്പോൾ കറക്റ്റ് നമ്മൾ ലൈൻ കീപ്പ് ചേഞ്ച് ചെയ്യുക. കറക്റ്റ് ഈ നോർമൽ സെൻട്രൽ ട്രാക്കിലേക്ക് എപ്പോഴും ഇപ്പോൾ നമ്മൾ ഒരു ലോങ് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ക്രൂസ് ചെയ്ത് ഒരു സ്പീഡിൽ പോകുമ്പോൾ കറക്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് സെൻട്രൽ ട്രാക്ക് ചെയ്തിട്ട് പോവുക. ഇതാണ് ഫസ്റ്റ് ട്രാക്ക്, ഇത് സെക്കൻഡ് ട്രാക്ക്, ഇത് തേർഡ് ട്രാക്ക്. മൂന്നാമത്തെ ട്രാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ വണ്ടി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. ചില ആളുകളൊക്കെ അവിടെ വണ്ടി നിർത്തിയിട്ട് പോവാണ്. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റോട്ടുമ്പോൾ അത് ചെയ്യരുത്. പിന്നെ നിങ്ങൾ ഫുൾ ഫ്ലെഡ്ജിൽ ഇപ്പം ഒരു ലോങ് റൺ ഇപ്പോൾ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഹൈവേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നിങ്ങൾ സ്പീഡാണെന്ന് വെച്ചോളൂ. സ്പീഡാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഈ ട്രാക്കിൽ വന്നിട്ട് ഇപ്പോൾ ഈ ട്രാക്കിൽ വണ്ടികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ട്രാക്ക് പിടിച്ച് പോവാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക്, ഇതാണ് ഫാസ്റ്റ് ട്രാക്ക്. ഈ ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ കറക്റ്റ് വരിക. ഈ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മളൊരു വണ്ടി വന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ട്രാക്കിൽ ഒരു വണ്ടി വരുമ്പം വേറൊരു വണ്ടി മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വണ്ടി അതിലേക്ക് ചെറിയൊരു ഹസാർഡ് പോലെ എന്ത് കൊടുക്കാം, ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി നിർബന്ധമായിട്ട് സെൻട്രൽ ട്രാക്കിലേക്ക് മാറണം. ചില സാധനം ഞാൻ ഇപ്പോൾ പൊതുവെ കാണുന്നൊരു സാധനമാണ്. കാരണം ഈ റോഡിൽ ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്കിൽ പോകുമ്പോൾ 30-40 ഈ ചില വണ്ടികൾ ഇതിൽ പോയിക്കൊണ്ട് ആൾക്കാർക്ക് അറിയില്ല ഏത് ട്രാക്ക് ഉപയോഗിക്കണം, എത്ര സ്പീഡ് ഉപയോഗിക്കണം, ഏതൊക്കെ വണ്ടികളാണ്. ഇപ്പം നോക്ക്, ഇപ്പം ഇതൊക്കെ ലോഡ് പോകുന്ന വണ്ടികൾ. ഈ ലോഡ് പോകുന്ന വണ്ടികൾ നിങ്ങൾ സെൻട്രൽ ട്രാക്കിൽ പോകരുത്. കാരണം ഇപ്പം ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറുകൾക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പാണ് സെൻട്രൽ ട്രാക്ക്. ഈ ഹെവി വെഹിക്കിൾസ് എല്ലാം ലാസ്റ്റ് ട്രാക്ക്, അതാണ് തേർഡ് ട്രാക്കിൽ നിർബന്ധമായിട്ടും പോകണം. ഇപ്പം സ്പീഡ് ട്രാക്കിൽ ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റ് സെൻട്രൽ ട്രാക്കിലേക്ക് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുക, മാറി കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ കറക്റ്റ് അങ്ങനെ ക്രോസ് ചെയ്ത് പോകണം ഫാസ്റ്റ് ട്രാക്കിൽ. ഫാസ്റ്റ് ട്രാക്കിൽ ഒരു വണ്ടി വന്നോ ബാക്കത്തെ ആള് അല്ലെങ്കിൽ മുന്നിലുള്ള ആള് നിർബന്ധമായിട്ടും സെൻട്രൽ ട്രാക്കിലേക്ക് മാറി കൊടുക്കണം. അതായത് ബാക്കിലൊരു വണ്ടി വരുമ്പോൾ സ്പോട്ടിൽ നമ്മൾ മാറാന്നല്ല പറയുന്നത്. അപ്പം തന്നെ ഈ സൈഡ് മിറർ നോക്കുക, ഈ ട്രാക്കിൽ വണ്ടി ഉണ്ടോ നോക്കുക, സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ, കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, ലൈൻ ചേഞ്ച് ചെയ്യുക. ലൈൻ ചേഞ്ച് ചെയ്ത് ഇറങ്ങി ഇതിലേക്ക് തന്നെ വരിക. ഇപ്പം ആക്സിഡന്റ് കാര്യങ്ങൾ, മരണങ്ങൾ നമ്മളെ മുന്നിൽ, നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. അധികം കാണുന്ന ആക്സിഡന്റിൽ ഓവർ സ്പീഡിൽ പോയിട്ട് ഇപ്പം നിങ്ങളെ വണ്ടിയുടെ ടയർ ഗ്രിപ്പ് വരെ ഇതിൽ നമ്മൾ പറയേണ്ട കാര്യമാണ്. കാരണം വണ്ടി നിങ്ങൾ ടയറില്ല, നൂലൊക്കെ കണ്ടിട്ട് ഓടുന്ന വണ്ടികൾ ഈ റോട്ടിലുണ്ട്. അങ്ങനത്തെ വണ്ടികൾ നിങ്ങൾ സ്പീഡിൽ ഈ ഇത്ര വലിയ ഹൈവേ കിട്ടുമ്പോൾ നിങ്ങൾ സ്പീഡിൽ ഓടിക്കരുത്. പിന്നെ മഴത്ത് റോഡിൽ പല ആംഗിളുകളിൽ വെള്ളം നിൽക്കുന്നുണ്ട്. മാക്സിമം ഒരു 80-70 ആ ഒരു സ്പീഡിൽ പിടിച്ചിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് ആയിട്ട് മറ്റുള്ള വണ്ടികൾ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക. വെള്ളം നിൽക്കുന്ന റോഡിലൂടെ പെട്ടെന്ന് വണ്ടി കയറി പോകുമ്പോൾ ട്രാക്ഷൻ കിട്ടൂല, വണ്ടി കറക്റ്റ് ഗ്രൗണ്ടഡ് ആവില്ല. അപ്പം അവിടെ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു വെള്ളത്തിലൊക്കെ വണ്ടി കയറുമ്പോൾ ബ്രേക്ക് ചവിട്ടാനേ പാടില്ല. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി അവിടുന്ന് സ്ലിപ്പായിട്ട് കറങ്ങിയൊക്കെ പോയിട്ട് ഡിവൈഡർമൊക്കെ അടിച്ചിട്ട് കുറേ കേസുകൾ ഇപ്പോൾ ദിനംപ്രതി നിങ്ങളിപ്പോൾ എല്ലാവരും ഈ റോഡിൽ പോകുന്ന ആൾക്കാരാണ്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം വളരെ സേഫായിട്ട് ഒരു സ്പീഡിൽ മഴത്ത് പ്രത്യേകിച്ച് സ്പീഡിൽ ഓടിക്കരുത്. കാരണം ഈ റോഡ് വളരെ മോശമായിട്ടാണ്
അവർ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊന്നും വെറുതെ പറയുന്നതല്ല. കാരണം ഇത് ഇന്ന് ചിലപ്പോൾ ഞമ്മക്കാവാം, ചിലപ്പോൾ നാളെ നമ്മളെ വേണ്ടപ്പെട്ടവർക്കാവാം. ഇപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരാൾ അപകടത്തിൽ പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മയത്തങ്ങൾ പ്രത്യേകിച്ച് വളരെ സ്ലോയിൽ ഉപയോഗിക്കുക. കറക്റ്റ് ഈ പറഞ്ഞ പോലെ ട്രാക്ക്, അതായത് ഇതാണ് ഫാസ്റ്റ് ട്രാക്ക്, ഇതാണ് ക്രൂസിംഗ് ട്രാക്ക്, ഇതാണ് ഏറ്റവും സ്ലോ ട്രാക്കിലോ അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് എൻട്രി. ഇപ്പൊ പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നടയാത്രക്കാര് വരെ ഈ റോട്ടുമ്മലുണ്ട്. ശരിക്കും ഈ ഹൈവേയിൽ ഇതാ കണ്ടില്ലേ, ഇത് നടയാത്രക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സാധനമാണ്. കറക്റ്റ് ഇതിൽ തന്നെ കയറിയിട്ട് വരിക. ചില സമയത്ത് കുറെ ആക്സിഡന്റുകൾ ഇങ്ങനെയും കാണുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പുറത്തുനിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് ദൂരം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ആൾക്കാർ റോട്ടുമ്പിലേക്ക് കയറുന്നത്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അത്രയും സ്പീഡിൽ വരുന്ന വണ്ടികളാണ്. നമുക്ക് കണക്കൂട്ടാൻ പറ്റൂല. കാരണം അവിടുന്ന് ആൾക്കാർ ക്രോസ് ചെയ്ത് ഈ ഡിവൈഡർ ചാടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. ആ ഒരു പൊസിഷനിലാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് ക്രോസ് ചെയ്യണത്. വളരെ ഡേഞ്ചറസ് ആണ്. പിന്നെ അതിപ്പം അയാള് ഇപ്പം എക്സിറ്റ് അടിച്ചതാണ്. എക്സിറ്റ് അടിക്കാൻ അതേ ആ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിലേക്ക് വന്ന് അങ്ങനെ തന്നെ പോകണം. ഈ ഹൈ ഫ്ലഡ്ജിൽ ഓടിപ്പോകുന്ന ഇത് ആദ്യമായിട്ട് നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നാഷണൽ ഹൈവേ എത്ര വലിയ റോഡ്, ഈ വലിയ റോഡ് കിട്ടിയിട്ട് ചവിട്ടി പൊളിച്ചിട്ട് എല്ലാ ട്രാക്കിലും ഒരുപോലെ പോകാന്നല്ല. ചില സമയത്തൊക്കെ കാണാം ഓട്ടോറിക്ഷ ബൈക്കൊക്കെ ഫാസ്റ്റ് ട്രാക്കിൽ നിന്നിട്ട് ചെറിയ സ്പീഡിലൊക്കെ പോകുന്നു. ഇപ്പൊ നമുക്ക് ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്യണം, സേഫ് ഡിസ്റ്റൻസ്, ബാക്കിൽ വണ്ടിയില്ല, കറക്റ്റ് ക്രോസ് ചെയ്യുക, ഈ ട്രാക്കിലേക്ക് വരിക. ഈ ട്രാക്കിലേക്ക് വന്ന് നമ്മൾ ഈ വണ്ടിനെ മൂവ് ചെയ്ത് ക്രോസ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ലൈൻ ചേഞ്ച്, ബാക്ക് സേഫ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യുക, കറക്റ്റ് സെൻട്രൽ ട്രാക്കിലേക്ക് തന്നെ വന്ന് നിൽക്കുക. അങ്ങനെയാണ് കറക്റ്റ് ട്രാക്ക് കീപ്പ് ചെയ്യുക, ലൈൻ കീപ്പ് ചെയ്യുക. ലൈൻ കീപ്പ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക. ദയവ് ചെയ്ത് നിങ്ങളെ സുഹൃത്തുക്കൾ ഇത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ടോ, ഇത് ഉപയോഗിക്കുന്നവരുണ്ടോ വണ്ടികൾ ഇതിലെ ഈ രീതിയിൽ ഉപയോഗിക്കണ്ടോ? ഇതിപ്പോ നോക്ക്, വളരെ ഡേഞ്ചറാണ്. അപ്പൊ ആ കുട്ടീനെയും വെച്ചിട്ടാണ് ആ ഫാമിലി ആ ബൈക്കിൽ ആ ട്രാക്കിലാണ് ഈ ട്രാക്കിലാണ് നടുവത്തെ വരയമ്മ കൂടെ പോണത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പൊ കാണുന്നത്. അപ്പം മക്കളെ കഴിയുന്നത് ഇത് മാക്സിമം നിങ്ങൾക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ മുന്നിൽ വളരെ അധികം ആക്സിഡന്റുകളും ജീവനുകളാണ് നമ്മളെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വേണ്ടപ്പെട്ടവരും അവിടെ സേഫ് ആവാണ്. മറ്റുള്ളവർക്ക്, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് വേറൊരാൾക്ക് ആക്സിഡന്റ് പറ്റി നമ്മളെ മുന്നിൽ നിന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര സങ്കടപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേറെ ഇല്ല. അതും എല്ലാവരും വോൾവോ ഒക്കെ എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഭയങ്കര സ്പീഡാണ്, ഹെവി സ്പീഡ്. അപ്പം 2 ട്രാക്കിൽ തുരുതുരാറിന് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ആള് 40 30 പോണത്. അപ്പോൾ കാരണം ശ്രദ്ധിച്ച് ഓടിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ട്രാക്ക് മാറിയിട്ട് കണ്ടോ, അതാ ഫോൺ വിളിച്ചിട്ടാണ് യാത്ര ചെയ്യണത്. അപ്പോൾ കണ്ടില്ല, ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുൽസിത പരിപാടികളൊക്കെ ചെയ്യാതിരിക്കുക റോഡിൽ. വിട്ടുന്ന ലോങ് ഫ്ലഡ്ജിൽ വരുന്ന വരുന്ന വണ്ടി പെട്ടെന്ന് നിങ്ങൾ ആ ഒരു സ്ലോ ട്രാക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ ഇങ്ങനെ നിന്നിട്ട് എന്ന് അടിച്ചു പോകും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഗവൺമെന്റിന്റെ KSRTC ഒക്കെ ഈ ഇതിപ്പോ എൻട്രി ഇവിടുന്ന് എൻട്രിയാണ്, അവിടുന്ന് ഇങ്ങോട്ട് എൻട്രി ആവുന്ന റോഡിൽ ഇതാ കറക്റ്റ് ഇപ്പം ഈ കുറ്റികൾ വെച്ചിട്ടുണ്ടില്ലേ, ഇവിടുന്ന് ബസ്സുകളൊക്കെ ഇങ്ങനെ കയറിയിട്ട്, അതായത് സെൻട്രൽ ട്രാക്കിൽ നിന്ന് കറക്റ്റ് ഇങ്ങനെ എൻട്രിയിലൂടെ കറക്റ്റ് ഓപ്പോസിറ്റ് അടിച്ച് റോങ് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ കയറിയിട്ടൊക്കെ അങ്ങനെ കയറുന്നത്. പിന്നെ ഈ ബസ്സുകളൊന്നും ഈ ഹൈവേ വന്നതിന്റെ ശേഷം കറക്റ്റ് അങ്ങാടികളിലേക്ക് ബസ് എത്തുന്നില്ല. ഇവര് റൂട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടാണ്. ആളുകൾക്കൊന്നും കറക്റ്റ് അവർ അങ്ങാടികളിൽ ബസ് സ്റ്റോപ്പ്. പിന്നെ ഈ സർവീസ് റോഡിന്റെ സൈഡിലൊക്കെ നാഷണൽ ഹൈവേ NH66 NHAI എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതിന്റെ ബസ് സ്റ്റോപ്പുകൾ വെച്ചിട്ട് എന്തുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പുകളുടെ മുന്നിലേക്ക് ബസ്സുകൾ വരുന്നില്ല? അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മെയിൻ സ്റ്റോപ്പുകൾ എന്തുണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പോസിറ്റ് ഒക്കെ അടിച്ച് വന്ന് ജസ്റ്റ് ആൾക്കാരെ കയറ്റിട്ട് അങ്ങനെ പോവാണ്. ഈ യാത്രക്കാർക്കൊക്കെ പിന്നെ എങ്ങനെ പോകാൻ കഴിയാ? യാത്രക്കാര് ഹൈവേയിലേക്ക് കയറി നിൽക്കുകയാണ്. ഹൈവേയിൽ കയറി നിന്നിട്ടാണ് ആൾക്കാർ ബസ് കയറുന്നത്. ഹൈവേയിൽ കറക്റ്റ് ഈ അവിടുന്ന് എക്സിറ്റ് ആവുന്ന സ്ഥലത്തൊക്കെ ഈ ഡോട്ടഡ് ഈ കമ്പികളില്ലേ, ഈ കമ്പികളുടെ അടുത്തൊക്കെ ആൾക്കാർ നിന്നിട്ടാണ് പിന്നെ ബസ് കയറുന്നത്. അതൊക്കെ ഭയങ്കര സാധനമാണ്. അപ്പം അങ്ങനൊന്നും ചെയ്യാം. അപ്പം ഇപ്പൊ ആൾക്കാർ ക്രോസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ചില ഇടങ്ങളിൽ ഇല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ സ്ഥലങ്ങളില്ല വിചാരിച്ചിട്ട് ഒരിക്കലും ഈ ഹൈവേയിൽ കയറരുത് മക്കളെ. വളരെ ഡേഞ്ചറസ് ആണ്. കുറെ ആക്സിഡന്റ് ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം ഒരു 3ാമത്തെ ട്രാക്കിൽ നിന്ന് ആ വണ്ടി കയറി വരുമ്പോ തന്നെ താത്ത കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ വണ്ടി തട്ടി പോവാണ്. അപ്പോൾ
വെരി ഡേഞ്ചറസ്. അപ്പം ശ്രദ്ധിച്ച് ഓടിക്കുക. അങ്ങനെ പിന്നെ ഈ സെൻട്രലൊക്കെ ഈ ഹൈവേ ട്രാക്കിൽ കറക്റ്റ് ഇങ്ങനെ യൂ ടേൺ ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ഇവിടുന്നും കുറേ ആക്സിഡന്റ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് യൂ ടേൺ എടുക്കുക. അപ്പം അവിടുന്ന് വരുന്ന വണ്ടി യൂ ടേൺ എടുക്കുമ്പം ഇപ്പുറത്തെ വണ്ടി ഈ റോട്ടിൽ വണ്ടി കാലിയാണ് അല്ലെങ്കിൽ ഈ ഏരിയ സ്പേസ് ക്ലിയർ ആണെന്ന് കാണുമ്പോൾ മാത്രമേ യൂ ടേൺ അടിക്കാൻ പാടുള്ളൂ. അവിടുന്ന് അങ്ങ് വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് പ്രയോറിറ്റി. അപ്പം ഈ റോഡിൽ വരുന്ന വണ്ടികൾക്കാണ് പ്രയോറിറ്റി. അപ്പം അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് യൂ ടേൺ അടിക്കുമ്പം ഈ വണ്ടി ക്രോസ് ചെയ്ത് പോയിട്ട് മാത്രം, അല്ലാതെ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഓൻ അവിടെ നിർത്തി തരണം എന്നുള്ള മൈൻഡിൽ ഒരിക്കലും യൂ ടേൺ എടുക്കരുത്. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. ഓക്കെ. ഹൈവേയിൽ ഇതാ ഒരു വണ്ടി കറക്റ്റ് നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുന്നുണ്ട്. ഈ റോഡ് ഇതാണ് ട്രാക്ക്. ഈ ട്രാക്കിൻ്റെ പുറത്തായിട്ടാണ് ഈ വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, എങ്ങനെ വണ്ടി സൈഡാക്കുമ്പോൾ വരെ മാക്സിമം അടുപ്പിച്ചിട്ടിടുക. അത്രയും വളരെ ക്രൂഷ്യൽ സ്റ്റേജിൽ നിങ്ങളെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക, എഞ്ചിൻ ബെൽറ്റ് പൊട്ടുക, അങ്ങനെ എന്തെങ്കിലും വിഷയം കൊണ്ട് വണ്ടി നിൽക്കുകയാണെങ്കിൽ മാത്രം നിർത്തുക. ഈ റോഡിൽ നിൽക്കരുത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സിറ്റ് എവിടെയാണോ, ഈ സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റുന്ന എക്സിറ്റ് ഏതാണോ ആ ഹൈവേന്ന് എക്സിറ്റ് ഇറങ്ങുക. കറക്റ്റ് നിങ്ങൾ സേഫായിട്ടൊരു സ്ഥലത്ത് വണ്ടി സൈഡാക്കുക. കിടന്നിറങ്ങണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാം. പിൻ 235/6. അപ്പോൾ ഈ നമ്പർ കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടോളിലും ഇങ്ങനത്തെ റോഡ് അസിസ്റ്റൻസ് വണ്ടികളുണ്ട്. അപ്പോൾ അവർ കറക്റ്റ് വന്നിട്ട് ഈ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ കൺഫ്യൂസ്ഡ് ആവില്ല, ഇതിപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ്, നിങ്ങൾ എവിടെയാണ്, എന്താ പറ്റിയത്, അപ്പോൾ എന്താ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഏത് ഏരിയ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റ് കണ്ടില്ല. അപ്പോൾ അതാ 236/8 നമ്പർ കറക്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടക്ക് പറഞ്ഞ ആൾ ഇവിടത്തും നിങ്ങളെ ഇഷ്യൂസ് അവിടെ ക്ലിയർ ആവും. ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. അപ്പോൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പം റോട്ടിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് കറക്റ്റ് 1033 എന്ന നമ്പറിൽ ടോൾ ഫ്രീ നമ്പറിൽ ഉപയോഗിച്ചത് ഉപയോഗപ്പെടുത്തുക. കാരണം നിങ്ങൾ ഈ റോട്ടിൽ ഓടുന്നത് ഈ ടോൾ കൊടുത്തിട്ടാണ്. ടോൾ കൊടുത്ത് പോകുന്നതിൻ്റെ ഒരു ഫ്രീ ആക്സസ് പരിപാടി നമുക്കൊരു ബെനിഫിറ്റാണ്. ശരിക്കും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടോട്ടിന്നും പിന്നെ മലപ്പുറത്തൊക്കെ ആളങ്ങോട്ട് വരുത്തിച്ചിട്ട് അതുവരെ ഈ റോട്ടുമ്പിൽ നിൽക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നാഷണൽ ഹൈവേ അതോറിറ്റീനെ വിളിക്കുക. അവരുടെ റോഡ് അസിസ്റ്റൻസ് വണ്ടികൾ നിങ്ങളെ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളെ സെക്യൂർ ആക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട, അത് നിങ്ങളെ അവകാശമാണ്, നിങ്ങൾ കറക്റ്റ് ഉപയോഗിക്കുക. കാരണം ഈ ടോൾ കൊടുത്ത് പോകുന്നത് നമ്മൾ പൈസയാണ് അവർ വാങ്ങിയേക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വാല്യൂ നമ്മളും നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ. അപ്പം ഇവിടെ കണ്ടില്ലേ, ഇപ്പം കണ്ടില്ലേ, ഇപ്പം ലോഡ് വണ്ടി പോകുന്നുണ്ടോ, ഇയാൾ പോകേണ്ടത് ശരിക്കും ലെഫ്റ്റ് ട്രാക്കിൽ പോകണം, നിർബന്ധമായിട്ട് ലെഫ്റ്റ് ട്രാക്കിൽ പോകണം. ഇപ്പം അപ്പുറത്ത് വണ്ടി വരുന്നുണ്ട്, നമുക്കിപ്പോൾ ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ സ്ലോ സ്പീഡിലേക്കാണ് ഈ വണ്ടി പോയിക്കൊണ്ടത്. അപ്പം ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ കൊളാപ്സ് ആയിട്ട് ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. അപ്പം ഹെവി വണ്ടികൾ ആ റോഡിലൂടെ തന്നെ പോകുമ്പം അവർ ഫുൾ ടൈം ആ ട്രാക്ക് മാത്രം ഉപയോഗിക്കട്ടെ. ആ ട്രാക്ക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള വണ്ടികൾക്ക് പോകാൻ പറ്റും. കാരണം ഇതിപ്പോൾ വളരെ സ്ലോ ആയി, ഈ സ്ലോയിലൊക്കെ ഇങ്ങനെ പോയി കണ്ടോ, അതാ ഫാസ്റ്റ് ട്രാക്ക് കണ്ടില്ലേ, വളരെ ഡേഞ്ചറസ്. ഇപ്പൊ ഇവർ ഉപയോഗിച്ചത് ഈ ഫാസ്റ്റ് ട്രാക്കിൽ പോകാൻ പാടില്ല. അപ്പൊ കണ്ടില്ല, ഓടിക്കേണ്ടത് കറക്റ്റ് ലെഫ്റ്റ് ട്രാക്കിൽ. അപ്പൊ ഇയാൾ പോകുന്നത് കറക്റ്റ് ആണ്, കണ്ടില്ലേ, ഇയാൾ പോകുന്നത് കറക്റ്റ് ആണ്. കറക്റ്റ് ഈ കർവുകൾ ശ്രദ്ധിക്കുക. ബാക്ക് ടയർ ഇല്ലാത്ത വണ്ടികൾ ഈ കർവുകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. ഈ ടൈറ്റ് ടേണുകൾ കറക്റ്റ് ഇവിടെ ഇടിച്ചിട്ട് കറക്റ്റ് അങ്ങനൊക്കെ പോയിട്ട് ആക്സിഡന്റുകൾ കുറേ നമ്മൾ മുന്നിൽ കണ്ട്, കാരണം നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് കുറേ കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ നമ്മുടെ അടുത്തുള്ള വണ്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡ് വണ്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി ഉണ്ട് മക്കളെ. അപ്പം അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ബെൻസ്, BMW പോലത്തെ ജർമ്മൻ കാർസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റേബിളായിട്ട് റോട്ടുമ്പോൾ നിൽക്കും. ബട്ട് എന്നാലും വളരെ സേഫായിട്ട് ഓടിക്കുക. ടയേഴ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്, നിങ്ങൾ സസ്പെൻഷൻ പ്രോപ്പറാണ്, നിങ്ങൾ വളരെ വണ്ടി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം സ്പീഡിൽ ഓടിക്കുക. പിന്നെ റിയർ ടയർ, പ്രത്യേകിച്ച് റിയർ ടയർ ഇല്ലാത്ത വണ്ടികൾ ഈ വണ്ടി റോട്ടിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടയർ കൺട്രോൾ ഔട്ട്, അതായത് ബാക്കിൽ നിന്ന് വണ്ടി സ്കിഡായിട്ട് ഔട്ടാവും. അത് വളവിലൊക്കെ എത്തുമ്പോൾ ടൈറ്റ് ടേണുകളൊക്കെ വരുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ടേൺ ആവാനും സാധ്യതകളുണ്ട് വണ്ടി. അപ്പം പ്രത്യേകിച്ച് ഇപ്പം GCC കൺട്രികളിലൊക്കെ ഓടിക്കുന്നവർക്ക് അറിയാം, ഒരു ടയറിൻ്റെ ലൈഫ് പറഞ്ഞാൽ 2-3 years ആണ്. അപ്പം അത് കഴിയാതെ വണ്ടി മുൽക്കിയാൽ പോലും കിട്ടില്ല, വണ്ടി റിന്യൂ ചെയ്യൂല. കാരണം ചിലപ്പം ഇവിടെ കുറേ ഇപ്പം നൂല് കണ്ട വണ്ടികൾ, അങ്ങനെ പഴയ ഡേറ്റ് ഔട്ട് ആയിട്ടുള്ള ടയറുകൾ, ഇതൊക്കെ വെച്ചിട്ട് ഈ റോഡിൽ ഓടിക്കഴിഞ്ഞാൽ ഹയർ സ്പീഡിൽ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ടയർ ഭയങ്കര ഫ്രിക്ഷൻ ആകുമ്പോൾ ടയർ പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ട് ടയർ ലൈഫൊക്കെ നോക്കി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം ഇങ്ങനത്തെ റോഡുകളൊക്കെ ഇറക്കുക. ചവിട്ടിപ്പൊളിയൊക്കെ പെട്ടെന്ന്
നമ്മളെ വണ്ടി സ്പീഡിൽ ഓടിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ടയറിൻ്റെ ലൈഫും കൂടെ നമ്മൾ മനസ്സിൽ ആലോചിച്ചിട്ട് ഓടിക്കുക. നമുക്ക് ജീവിക്കണം എന്നും കൂടെ ആലോചിക്കാം. കണ്ടില്ല, ഇതിപ്പം ഹൈവേ ട്രാക്കിൽ പോകുമ്പോൾ കറക്റ്റ് ട്രക്കിൻ്റെ പാർക്കിംഗ് ആണ് വരുന്നത്. കറക്റ്റ് ഇതാ ട്രക്കുകൾ കറക്റ്റ് ഇവിടെ സൈഡാക്കി അങ്ങനെ നിർത്താൻ. കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇവിടെ ഇടിച്ചിട്ടാണ്, ഈ ലോറിമേൽ ഇടിച്ചിട്ടാണ് കറക്റ്റ് ഈ എർട്ടിക ആക്സിഡൻ്റ് ആയത്. അതിൽ നിന്ന് സ്പോട്ടിലൊരു കുട്ടി മരണപ്പെട്ടു. നീല ഇനിയിപ്പോൾ നമ്മളിതിൽ കാണുന്നൊരു സാധനമാണ് നമ്മളെ സ്പീഡ്. ഈ സ്പീഡിൽ കാണുന്ന ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള സ്പീഡും, പിന്നെ ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ സ്പീഡാണെന്നുള്ളത്. അപ്പം നമ്മൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഗ്രീൻ ലൈറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ നമ്മുടെ സേഫർ സ്പീഡാണ്, റെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓവർ സ്പീഡാണെന്നാണ്. അപ്പം നമുക്ക് ഫൈൻ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ലോറി കയറിയൊക്കെ എടുത്താൽ കണ്ടോ. അപ്പോൾ ഈ ട്രാക്കിൽ കണ്ടല്ലോ, ആ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിൽ നിന്നിട്ട് തന്നെ ആ ഡോട്ടഡ് ലൈൻ വരുമ്പോൾ മാത്രമേ പിന്നെ ഈ വലിയ വണ്ടികൾ ആണെങ്കിൽ, ചെറിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ വണ്ടി ഈ ഹൈവേയിലേക്ക് എൻ്റർ ആകാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് ഇങ്ങനെ കയറല്ലേ. കാരണം ഇപ്പുറത്ത് 3 ട്രാക്കിൽ വണ്ടികൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയടിക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിങ്ങൾ സൈഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ മിറർ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാതെ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ടക്കർ അടിച്ചു പോകും. നിങ്ങളെന്താ കളിക്കുന്നത്? അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യല്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിട്ട് ഈ റോഡിൽ വണ്ടി ഓടിക്കുക. ഈ എൻട്രി നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ട്രാക്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പെട്ടെന്ന് നമ്മൾ ഈ ട്രാക്കിലേക്ക് ഇപ്പുറത്തേക്ക് കയറരുത്. ഈ ട്രാക്കിൽ പോയിട്ട് ഇത് സോളിഡ് ലൈൻ ആണ്. ഈ സോളിഡ് ലൈൻ ക്രോസ് ചെയ്ത് ഡോട്ടർ ലൈൻ വരുമ്പോൾ അവിടെ ഗ്രീൻ റിഫ്ലക്ടർ ഉണ്ടോ നിങ്ങൾ കറക്റ്റ് ഇവിടെ തന്നെ ട്രാക്ക് ചേഞ്ച് ചെയ്യുക. ഇവരെ ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് തന്നെ ഈ ലൈനിലേക്ക് വരിക. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിലേക്ക് വന്ന് ഈ സൈഡിലുള്ള മിറർ നോക്കുക, ബ്ലൈൻഡ് സ്പോട്ട് നോക്കുക, അടുത്തതിലേക്ക് കറക്റ്റ് ട്രാക്ക് ചേഞ്ച് ചെയ്യുക. അങ്ങനെ തന്നെ കറക്റ്റ് ഇതിലേക്ക് പോവുക. പിന്നെ കണ്ടുവന്നൊരു സാധനമാണ് 2 വീലേഴ്സ് ബൈക്കുകൾ മക്കളെ വളരെ ഡേഞ്ചറസ് ആണ്. എല്ലാ ട്രാക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. വണ്ടീൻ്റെ ഇപ്പോൾ കണ്ടില്ല, ഇപ്പം ഫുൾ ട്രാക്ക് മുന്നിൽ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിൽ നിങ്ങൾ ബൈക്കാർ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രാക്കിൽ കയറണ്ട. ഞാൻ നിങ്ങളെ മോശക്കാരാക്കി പറയല്ല. ഇങ്ങനെ സെൻട്രൽ ട്രാക്ക്, ഈ ഫാസ്റ്റ് ട്രാക്ക്, സെൻട്രൽ ട്രാക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ചില ടീമുകൾ പോണത്. വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ എക്സിറ്റ് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിൽ അപ്പുറത്ത് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് തന്നെ കറക്റ്റ് എൻ്റർ ആവുക. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് സർവീസ് റോഡിൽ കറക്റ്റ് നമ്മൾ ഈ സ്ട്രൈറ്റ് ലൈനിലേക്ക് തന്നെ പോവുക. ഓക്കെ, ഫാസ്റ്റ് ട്രാക്കിൽ ഉണ്ടാവും 2 മൊയിലേരുട്ടികൾ കറക്റ്റ് ഫാസ്റ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പം ഞാൻ ബൈക്ക് പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെ ഒന്ന് അങ്ങനെ കറങ്ങി അടിച്ചൊക്കെ ഇങ്ങനെ പോവാള്. അതുപോലെ തോന്നിയ ട്രാക്കിൽ ഓടിക്കരുത്. നിങ്ങൾ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിൽ തന്നെ നിർബന്ധമായിട്ടും ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിൽ തന്നെ ബൈക്ക് പോവുക. അത്രയും സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടി ബൈക്ക് തട്ടിക്കഴിഞ്ഞാൽ കയറിപ്പോവും മക്കളെ. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. അത് ചെയ്യാതിരിക്കുക. വണ്ടിയില്ല, ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിലാണ് പോകേണ്ടത്. ഇപ്പോൾ കാക്ക പോകുന്നുണ്ട്, മൂപ്പര് പോകുന്നുണ്ട്. ഇവർ കറക്റ്റ് സെൻട്രൽ ട്രാക്ക് പിടിച്ചിട്ടാണ് പോകുന്നത്. ഇത് അറിയില്ല നിങ്ങൾക്ക് ഈ ട്രാക്ക് എങ്ങനെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ ബൈക്കാർ നോ എൻട്രി എന്നുള്ളൊരു സാധനം ഇതിൽ ബോർഡ് കാണുന്നുണ്ട്, പക്ഷെ ബൈക്കുകൾ ഇതിൽ കയറുന്നുണ്ട്. ഇനി ഒഫീഷ്യലി ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അതിൻ്റെ കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ ഇനി KNRCL ആണോ നിങ്ങൾ MVD ആവട്ടെ, റോഡ് അതോറിറ്റി ഏതാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് ആ സാധനം കറക്റ്റ് ജനങ്ങൾക്ക് ഒരു അവയർനെസ് നിങ്ങൾ കൊടുക്കണം. കാരണം ആൾക്കാർക്ക് അറിയില്ല ഈ റോഡിൽ ഏതൊക്കെ വണ്ടി കയറണം, എത്ര സ്പീഡാണ്, എങ്ങനെ ലൈൻ ഉപയോഗിക്കണം. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. ശ്രദ്ധിച്ചിട്ട് ഓടിക്കുക. നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാണ്ടാവുക. അത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ എക്സിറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. കണ്ടോ, എക്സിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിലേക്ക് വരിക. എക്സിറ്റ് ഇത്ര മീറ്റേഴ്സ് എന്ന രീതിയിൽ കാണും. കാരണം ഈ പറഞ്ഞ നമ്പറാണ് 1033. കണ്ടില്ലേ, ഇതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പർ, എമർജൻസി നമ്പറാണ് അവരുടെ. അതിൽ വിളിക്കുക. കറക്റ്റ് കണ്ടില്ല, ഇത് ഗ്രീൻ ഡോട്ടഡ് ലൈൻ കണ്ടോ. ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ കഴിഞ്ഞാൽ പിന്നെ റെഡ് ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ടോ. ഈ റെഡ് ഡോട്ടഡ് ലൈനിലൂടെ നിങ്ങൾ ഇങ്ങോട്ട് കയറരുത്. കാരണം ഇവിടെ സോളിഡ് ലൈൻ ആയി. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് നിങ്ങൾ KNRCL എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് ഒരു സൈഡ് മിറർ കറക്റ്റ് അവിടുന്ന് വരുന്ന വണ്ടിക്ക് റിഫ്ലക്ഷൻ ടൈപ്പിൽ ഒരു മിറർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന വണ്ടി അത്ര സ്പീഡിൽ വരുന്ന വണ്ടി കറക്റ്റ് ഇങ്ങനെ സർവീസ് റോഡ് കയറുമ്പം ഇവിടെ ഒരു ഹമ്പ് ഉണ്ട് ഇതിൻ്റെ മുന്നേ. ഓക്കെ, ബട്ട് അവിടുന്ന് ആ ഹമ്പ് ക്രോസ് ചെയ്തിരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. അപ്പം അവിടെ KNRCLന്റെ ഭാഗമായിട്ട് പറയാണ്, KNRCL നിങ്ങളത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാവും. ഇപ്പം മിറർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന വണ്ടികൾക്ക് ഇപ്പുറത്ത് ഇങ്ങനെ തിരിഞ്ഞ് നോക്കാതെ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ കുറച്ചും കൂടെ എളുപ്പമാവും. അപ്പം അത് ഇതിൽ വേണമെന്ന് തോന്നി. അപ്പോൾ അത് പറയാണ്. ഇപ്പോൾ ഇത് 2 ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ട്രാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിൽ സ്ലാബാണ്, അവിടെ റോഡില്ല.
അവിടെ കോൺക്രീറ്റ് സ്ലാബ്, അത് പല അലൈൻമെന്റിലാണ് നിൽക്കുന്നത്. ചില സ്ഥലത്തൊക്കെ കുണ്ടുകളുണ്ട്, ചില ഹെവി കുണ്ടുകളുണ്ട്, ചില സ്ഥലത്ത് കണക്റ്റഡ് ആവാത്ത സ്ഥലങ്ങളുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പം ഇത് നിങ്ങൾ സർവീസ് റോഡ് 2 ട്രാക്കാണെന്ന് നിങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ട്രാക്കിൽ കറക്റ്റ് നല്ല റോഡ് തരാം. കണ്ടോ, ഇപ്പം ഇവിടെ അങ്ങനെ സെക്കൻഡ് ട്രാക്ക് നമ്മൾ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് പോവാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പോരായ്മയാണ് ഈ റോഡിൽ. ഇത് സിംഗിൾ റോഡാണോ അല്ലെങ്കിൽ സർവീസ് റോഡ് ഒറ്റ ട്രാക്ക് ഈ സിംഗിൾ വേ ആണോ 2 വേ ആണോ എന്ന് അതിനുള്ള കറക്റ്റ് പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ഇവിടുന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് MVDന്റെ ഭാഗത്തുനിന്ന് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അപ്പം അങ്ങനെ ചെയ്യുക. കാരണം ഇത് 2 ട്രാക്കിന് 2 ലൈൻ വരച്ചെന്ന് വിചാരിച്ചാൽ അവർക്ക് ട്രാക്ക് ആവുന്നില്ല. കാരണം ആ 2 ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ലൈനിൽ റോഡ് വേണം. ആ റോഡ് എവിടെ കണ്ടോ, ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ വലിയ കുണ്ടുകൾ കണ്ടോ. ഈ കുണ്ടൊക്കെ ടക്കറിന് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പം ഉണ്ടല്ലോ, ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ, പെഡസ്ട്രിയൻസ് ഇറ്റ്സ് നോട്ട് അലൗഡ്. അങ്ങോട്ട് പോകാൻ പാടില്ല, അതിൽ കയറാൻ പാടില്ല എന്നാണ് ഹൈവേൻ്റെ നിയമപ്രകാരം. ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സർവീസ് റോഡിലാണ്. സർവീസ് റോഡിൽ ഇപ്പോൾ കണ്ടില്ലേ, റൈറ്റിലും പോകുന്നുണ്ട് വണ്ടി, ലെഫ്റ്റിലും പോകുന്നുണ്ട് വണ്ടി. ലെഫ്റ്റിൽ ട്രാക്ക് വരച്ചിട്ടിട്ടുണ്ട്, ബട്ട് ആസ് ഓഫ് നൗ ലെഫ്റ്റിൽ റോഡ് പ്രോപ്പർ അല്ല. കാരണം സെൻട്രൽ ഒരു പൊടിക്ക് മാറിയിട്ട് ടാർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്ലാബുകളാണ് പോകുന്നത്. ആ സ്ലാബുകളുടെ ഇടയിൽ കുണ്ടുകളുണ്ട്, സ്ലാബുകൾ കറക്റ്റ് അലൈൻ ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അണ്ടർപാസ് എടുക്കാമെന്ന് വെച്ചു. ഓക്കെ, അണ്ടർപാസ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാണ്. അണ്ടർപാസ് ക്രോസ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ലെഫ്റ്റ് ലൈനാണ് ഇപ്പോൾ നിയമപ്രകാരം ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ പറയുന്നത്. ഈ ലെഫ്റ്റ് ട്രാക്കിൽ ഇങ്ങനെ വന്ന്, ഓക്കെ, ഈ ലെഫ്റ്റ് ട്രാക്കിൽ ഇങ്ങനെ വന്ന് നമുക്ക് റൈറ്റ് നമ്മൾ യൂട്ടേൺ എടുക്കുകയാണ്. അപ്പോൾ യൂട്ടേൺ എടുക്കുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇവിടുത്തെ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിൽ തന്നെ കറക്റ്റ് വരുന്നു. കണ്ടില്ലേ, അപ്പം ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് ലൈൻ വരച്ചിട്ടുണ്ട്. എന്നാലേ അവിടുന്ന് ഇപ്പോൾ വണ്ടി യൂട്ടേൺ ആയത് ലെഫ്റ്റ് കൂടെ അങ്ങനെ കറക്റ്റ് ഇവിടെ തട്ടാതെ കയറുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഇവിടുത്തെ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് കണ്ടോ, അപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് പോയിട്ടുണ്ട്. കറക്റ്റ് റോഡല്ല, അതിനുള്ള വണ്ടി നിർത്താനുള്ള സ്ഥലമല്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിലൂടെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു വലിയ കുണ്ട് നമ്മൾ ചാടി എടുത്ത് പോകണം. ഇവിടെ ഒന്നും പ്രോപ്പർ റോഡില്ല. അപ്പോൾ ആൾക്കാരെല്ലാവരും എന്താ ഇങ്ങനെ മെയിൻ റോഡ്, ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു കറക്റ്റ് സർവീസ് റോഡ് എന്താണെന്നുള്ളൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ അവെയർഡ് ആവുക ഈ കാര്യത്തിൽ. വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റോഡിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമുക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അത് സംഭവിക്കാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് അത് ചെയ്യും കേട്ടോ.